മാലിന്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന അല്ല ഞാനും നമ്മളൊക്കെ ഉൾപ്പെടുന്ന സമൂഹമാണ് ജോയിയുടെ മരണത്തിനേക്ക് കാരണം നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യം അദ്ദേഹത്തിന്റെ മരണത്തിനേക്ക് ഒരു കാരണമായി. തിരിച്ചിറങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ഷഹീറിന്റെ ദേഹത്തൊരു ചേരയുടെ ഭാഗങ്ങൾ, ചേരയുടെ അവശിഷ്ടങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ഒരു ലക്ഷ്യമുള്ളൂ ജോയി എങ്ങനെയെങ്കിലും ജോയി കണ്ടെത്തുക മാത്രം. മിസ്സായി പോകുന്ന ഒരു കേസായിട്ട് ഒതുക്കാൻ നമുക്ക് പറ്റത്തില്ല, തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ കടപ്പാക്കടയിലെ അഗ്നിശമന നിലയത്തിലാണ് കേട്ടോ. ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 6ഓളം വരുന്ന സ്ക്യൂബ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട വലിയ വാർത്തയായിരുന്നു ഈ ജോയിക്ക് വേണ്ടി ആ ഒരു ആമയിഴഞ്ചാൻ തോട്ടിൽ ആ മാലിന്യത്തിൽ ഇറങ്ങി തപ്പിയ ഒരു വാർത്ത. അത്രയും മാലിന്യത്തിന്റെ ഇടയിലാണ് ഈ ഉദ്യോഗസ്ഥർ അന്ന് സ്ക്യൂബ ടീം ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പോയി എത്രയോ മണിക്കൂറുകൾ അവർ അതിനകത്ത് തെരച്ചിൽ നടത്തിയത്. ഏതായാലും ഇവരെടുത്ത ഒരു വലിയൊരു ശ്രമമുണ്ട്. ഏതായാലും അതിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഏതായാലും ഇപ്പൊ നമുക്ക് അവരുടെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം. ഞങ്ങള് കൊല്ലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്കൂബ ടീമിലെ അംഗങ്ങളാണ് 4 പേര്. ഞങ്ങള് 9 പേരോളം ഉണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൽ 6 പേരാണ് ഞങ്ങൾ പങ്കെടുത്തത്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു നല്ലൊരു വർക്കായിരുന്നു. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ വലിയൊരു വർക്കിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ മരിച്ചുപോയ ജോയിയുടെ കുടുംബത്തിനോട് ഉള്ള ഒരു വിഷമവും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ദിവസം പോയി കഴിഞ്ഞാൽ 2ാമത്തെ ദിവസമാണ് തിരുവനന്തപുരം ടീം നമ്മളെ വിളിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ ചെല്ലുന്നു. അവിടെ നമ്മൾ പോയ 6 പേരും വർക്ക് ചെയ്യാൻ ഇറങ്ങി. അതിൽ സ്കൂബ വെച്ച് വർക്ക് ചെയ്തത് വിജേഷാണ്. വിജേഷ്, ഷഹീർ, ജിതിൻ എന്നിവരെ 3 പേരാണ് വെള്ളത്തിൽ മുങ്ങി വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ബാക്കി അവരുടെ അനുഭവങ്ങൾ വിജേഷ് ഇറങ്ങിയേ പറ്റൂ. കാരണം വേറെ ആരും ഇവിടെ ഇറങ്ങാൻ തയ്യാറല്ല. അത് ഇറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ സിസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആള് ഫയർഫോഴ്സിനെ പറ്റൂ. വേറെ നമ്മൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞാൽ ജോയി പിന്നീട് ഒരിക്കലും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പലരും അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ഒരുപാട് പേര് ഇവിടെ മിസ്സായി പോയി, കിട്ടാതെ പോയി, പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരിക്കലും ജോയി അങ്ങനെ ഒരു ആളാവാൻ പാടില്ല, കിട്ടാതെ പോകുന്ന അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും അവർ തിരുവനന്തപുരംകാർ അന്നേരം തന്നെ ഇത്രയും മലിനജലത്തില് ഒരിക്കൽ പോലും ആരും ഇറങ്ങാത്ത മലിനജലത്തിൽ ഇറങ്ങിയത്. അപ്പൊ പിന്നെ നമ്മളോട് പറഞ്ഞത് ഒരു 140 മീറ്റർ നീളമുള്ള ടണലാണ്, അതിലൂടെ പോയി അദ്ദേഹം ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാനും ജിതിനും ഷഹീറും ഞങ്ങൾ 3 പേരുമാണ് ഡൈവ് ചെയ്തത്. ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഒരു 8 മീറ്റർ അല്ല 8 അടി ഡെപ്തേ ഉള്ളൂ, 8-10 ആ ഒരു ഡെപ്തേ ഉള്ളൂ. പക്ഷെ ഡെപ്ത് അല്ല അവിടെ വിഷയം. നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. അതിൻ്റെ അടിയിൽ വർഷങ്ങളായിട്ട് മാലിന്യം വന്ന് കൂടി ആ മാലിന്യം ഒരു കോൺക്രീറ്റ് പോലെ ആയിപ്പോയി. അപ്പൊ സാധാരണ മാലിന്യമൊക്കെ നമുക്ക് കൈവച്ച് തട്ടിയാൽ അങ്ങ് മാറിപ്പോകും. ഇതൊരിക്കലും തട്ടാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പോകാൻ, മുന്നോട്ട് പോകാൻ. ഒന്നും കാണാൻ പോലും ഗ്യാപ്പുണ്ട്, അടിയിൽ ഗ്യാപ്പുണ്ട്. വെള്ളം കൂടുമ്പോൾ മാലിന്യം പൊങ്ങിപ്പോവും. വെള്ളം വരുന്ന സമയത്ത് മാലിന്യം എന്ത് ചെയ്യും? പൊങ്ങിപ്പോവും. അപ്പം ആളവിടെ പോകും. വെള്ളം കുറയുമ്പോൾ മാലിന്യം പിന്നെ എന്ത് ചെയ്യും? ഇരുത്തിപ്പോവും. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായത് വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ വെള്ളം കുറയുന്നതനുസരിച്ച് മാലിന്യം ഇരുത്തിപ്പോയപ്പോൾ 2 പേര് ഇതിന്റെ അകത്ത് പെട്ടുപോയി. പിന്നെ അവരെ വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിന് വെള്ളം നിർത്താൻ വേണ്ടി വാട്ടർ അതോറിറ്റി വെച്ച് പമ്പ് ചെയ്ത് വെള്ളം എപ്പോഴും അതിൽ നിർത്തി വെച്ചത്. അതിനുശേഷമാണ് നമ്മൾ ഡൈവ് ചെയ്ത് പോയത്. ഡൈവ് ചെയ്യുമ്പോൾ സാധാരണ എല്ലായിടത്തും ഡൈവ് ചെയ്യുമ്പം നമ്മൾ ഇപ്പം ഒരു ആറ്റിൽ ഡൈവ് ചെയ്യുമ്പോൾ 6 കലങ്ങി കിടക്കുവാണെങ്കിൽ അടിയിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഒരു 10 മിനിറ്റ് ഒക്കെ ഡൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ തോന്നും നമ്മൾ വേറെ ഏതോ ലോകത്ത്. അപ്പോൾ ഒരു വെളിച്ചത്തിന് വേണ്ടി നമ്മൾ പൊങ്ങി മുകളിൽ വരും. ഇല്ല, നീർന്നയൊക്കെ പൊങ്ങുന്ന കൂടെ നോക്കി അപ്പൊ എനിക്ക് ഭൂമിയായിട്ട് ബന്ധമുണ്ട്, വെളിച്ചം കണ്ട് നമ്മൾ വീണ്ടും അടി പോകും. പക്ഷെ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും പൊങ്ങാൻ പറ്റത്തില്ല. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ഒന്നുകിൽ ആ എൻഡിൽ പോകണം, ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തിരിച്ചു വന്നാൽ മാത്രമേ മാലിന്യം നമ്മുടെ മുകളിലാണ്. അതിന്റെ അടിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നടുക്ക് വെച്ച് ഒരു വെട്ടത്തിന് വേണ്ടി ഒന്ന് പൊങ്ങി നോക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഡൈവിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഇതിന്റെ അകത്ത് നമ്മൾ പോകുമ്പോഴും മാലിന്യം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം വാരി ഇങ്ങനെ പോകുന്ന കൈ വെച്ച് ഈ സമയത്തെല്ലാം നമ്മുടെ കയ്യിലും കാലിലും വീണ്ടും മാലിന്യം അടിഞ്ഞു കൂടെ പ്ലാസ്റ്റിക് മാലിന്യം, ഇലക്ട്രോണിക്സ് മാലിന്യം ഉണ്ട്, ടി വി മറ്റുള്ള അതിന്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തള്ളി മാറ്റി വേണം നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യാൻ. ഈ 140 മീറ്റർ നമുക്ക് അവിടം വരെ എത്താൻ നമ്മളെടുത്ത സമയം 20 മിനിറ്റാണ്. സാധാരണ നമ്മൾ ഫ്രീ ആയിട്ടൊരു വെള്ളത്തിൽ 140 മീറ്റർ ഒക്കെ പോകണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡൈവ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ ഇവിടെ 20 മിനിറ്റ് എടുക്കേണ്ടത്. തിരിച്ചു വരുന്നപ്പോഴത്തേക്ക് 40 മിനിറ്റ് ഏകദേശം നമുക്ക് ആ ഒരു ഇരുട്ടിൽ ആ ഒരു മലിനജലത്തിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ തിരിച്ചിറങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എന്റെ കൂടെയുള്ള ഷഹീറിന്റെ ദേഹത്തൊരു ചേരയുടെ ഭാഗങ്ങൾ, ചേരയുടെ അവശിഷ്ടങ്ങൾ. അപ്പൊ ഞങ്ങളിങ്ങനെ കളിയാക്കി പറഞ്ഞു ഈ ചേരയ്ക്ക് ഒരു ആത്മാവുണ്ട്, അത് മേളി എന്ന് പറയും. ഞാൻ വീണ്ടും ചത്തു. അപ്പൊ നിന്റെ
അപ്പൊ അത്രയും വൃത്തികെട്ട ഒരു ഒരിക്കൽ പോലും ഇറങ്ങാത്ത. അപ്പൊ ആ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തൂടെ മാലിന്യം പോകും, എലിയാണെങ്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ തമാശയിട്ട് എലി എന്ന് പറഞ്ഞെടുത്ത് കളയണം. കാരണം ആ മനസ്സ് അങ്ങനെ നിന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അല്ലെ അറച്ചോ അല്ലെ മൂക്കടച്ചോ ഒന്നും നിന്ന് അവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ, ജോയി എങ്ങനെയെങ്കിലും ജോയി കണ്ടെത്തുക മാത്രം. മിസ്സായി പോകുന്ന ഒരു കേസായിട്ട് ഒതുക്കാൻ നമുക്ക് പറ്റത്തില്ല, തോന്നിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്തത്. ഈ റെയിൽവേ പാത 140 മീറ്റർ അത് പൂർണ്ണമായിട്ടും എല്ലാ ഭാഗങ്ങളും സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജോയി ഇല്ലാന്ന് നമുക്ക് പറയാം. കാരണം നമുക്കിത് കാണാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഒരു വിഷൻ ഇല്ല. ഇപ്പൊ തപ്പി എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഒന്ന് തട്ടുമ്പോൾ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ, അല്ല നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. അപ്പൊ അയാൾ അതിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസമുണ്ട്. പിറ്റേന്ന് നമ്മള് വെള്ളം വീണ്ടും പമ്പ് ചെയ്ത്, പിന്നീട് മഴയുണ്ടായിരുന്നു. അപ്പൊ ആ ശക്തിയിൽ വീണ്ടും എവിടെയോ കുടുങ്ങിയിരുന്ന്. ഈ രണ്ടാമത്തെ ദിവസം നമ്മള് ഈ കനാലിൽ നോക്കുന്നതിന് കൂടെ പുറത്ത് സൈഡുകളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായും മാലിന്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന അല്ല നമ്മളൊക്കെ ഉൾപ്പെടുന്ന സമൂഹമാണ് ജോയിയുടെ മരണത്തിനേക്ക്. കാരണം നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യം അദ്ദേഹത്തിന്റെ മരണത്തിനേക്ക് ഒരു കാരണമായി. ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാം 10-12 വർഷം ഡൈവ് ചെയ്യുന്നവരാണ്. ഒരുപാട് വർക്കുകൾ ഉണ്ടാവുന്നു. അല്ല മുമ്പ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മള് കുണ്ട്ര എവിടെയായിരുന്നത്, കുണ്ടുമൺ എന്ന ഭാഗത്ത് വർഷങ്ങളായിട്ട് അത് വേസ്റ്റ് ആണ് ഇടയിൽ. അവിടെ നമ്മൾ പാറക്കോറി അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടിന്യൂസ് ആ മാലിന്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇറങ്ങിപ്പോയി താഴേക്ക് മാലിന്യം. പക്ഷെ ഇതങ്ങനല്ല. ഇത് നമ്മൾ ഇഴഞ്ഞു വേണം പോകാൻ, ചെളിക്കകത്തൂടെ ഇഴഞ്ഞു. നമ്മളെ ഒരു രക്ഷാപ്രദം നമ്മുടെ ജീവന്റെ ഭീഷണി എന്ന് പറഞ്ഞ് നമ്മൾ സേഫ്റ്റി എടുത്താ പോകുന്നത്. പിന്നെ ജീവന്റെ ഭീഷണി ആ സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടറിയും ചിലപ്പോൾ നമ്മളത് പെട്ടുപോയോ എന്നൊക്കെ ചിന്ത വരുന്നത്. അങ്ങനെ രക്ഷാപ്രവർത്തനോട് പോയിട്ട് ഞാനും പെട്ടു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇത് ചെയ്യാനാണ് സർക്കാർ നമുക്ക് ശമ്പളം തന്ന് തരുന്നത്. ഒരു അറ്റ് എ ടൈമിൽ 2 പേരാണ് പോണത്. 2 പേരായിട്ട് പോകും. ബാക്കി 2 പേര് ബാക്കപ്പ് ആയിട്ട് സഹായം എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പോകും. പിന്നെ 2 പേരെ സ്പെയർ നിർത്തി. അങ്ങനെ ഒരു സമയം 2 പേര് പോകുമ്പോൾ 4 പേര് പുറത്ത് എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഉണ്ടാവും. ഇതിപ്പം വേറെ ആരെങ്കിലും നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സഹായത്തിനായാലും സഹകരണത്തിനായാലും പൂർണ്ണമായി എല്ലാ സിസ്റ്റവും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത്. മറ്റേ നമ്മള് ഈ സർഫസിലൊക്കെ തൊട്ടുള്ള വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് അവിടെ നോക്കണം, അതങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ല ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എല്ലാ സിസ്റ്റവും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ആ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റും.